മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ വീഡിയോയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. കൂലി. അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ തമിഴ് സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പേറിയ ചിത്രം കൂലി ആഗസ്റ്റ് 14 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിലൊരു വളരെ ഹൈപ്പാണെന്ന് പറയും ചിത്രത്തിന്. അതായത് രജനീകാന്തിൻ്റെ സിനിമ, അതോടൊപ്പം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ, ലോകേഷ് കനകരാജിൻ്റെ രജനിയുടെയും കൂടെ ആദ്യമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, അനിരുദ്ധിൻ്റെ മ്യൂസിക്, അമീർ ഖാൻ്റെ സാന്നിധ്യം, ഉപേന്ദ്രയുടെ സാന്നിധ്യം, നാഗാർജുനയുടെ സാന്നിധ്യം, സൗബിൻ്റെ സാന്നിധ്യം, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ അറിയേണ്ട വിഷയം LCU ഇതിലുണ്ടോ ഇല്ലയോ എന്നൊരു അതും നമുക്ക് ആഗസ്റ്റ് 14 അറിയുവാനായിട്ട് സാധിക്കും. ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ ലോകേഷ് കനകരാജ് പറഞ്ഞത് LCU ഫാക്ടർ ഇല്ല എന്നാണ്. പക്ഷേ അത് സസ്പെൻസ് ആണോ ഇല്ലയോ എന്നറിയില്ല. അത് സിനിമ വന്നതിന് ശേഷമേ നമുക്ക് അത് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയപ്പോൾ റെക്കോർഡ് ബുക്കിങ്സ് ആണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു എമ്പുരാന് ശേഷം ഉള്ളൊരു വലിയൊരു റഷ്, അല്ലെങ്കിൽ തുടരുവിന് ശേഷമുള്ളൊരു വലിയൊരു റഷാണ് ടിക്കറ്റ് ബുക്കിങ്ങിന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തമിഴ്നാട്ടിലെ കാര്യം പിന്നെ പറയേണ്ട, ഓഫ് കോഴ്സ് തമിഴ്നാട്ടിലെ കാര്യം പറയേണ്ട, അത് വേറെ ലെവലാണെന്ന് പറയാം, ടിക്കറ്റ് ബുക്കിങ് കാര്യങ്ങളൊക്കെ. ഏതായാലും പ്രീ സെയിൽ നല്ലൊരു കളക്ഷനാണ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും ഫസ്റ്റ് ഡേ FT കളക്ഷൻ തന്നെ നല്ലൊരു റെക്കോർഡ് ഇടുവാനായിട്ടുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. വേൾഡ് വൈഡ് ചിലപ്പോൾ തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ FT കളക്ഷൻ ആവാനും ചാൻസ് ഉണ്ട്. രജനീകാന്താണ്, ലോകേഷാണ്, എന്തും സംഭവിക്കാം. ഏതായാലും ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം തമിഴ് സിനിമയുടെ എന്ന് പറയുമ്പോൾ അത്ര വലിയ വിജയങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ക്ഷീണം രജനീകാന്ത് മാറ്റുമെന്നാണ് തമിഴ് സിനിമാ ലോകം ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. തമിഴ് സിനിമയെ രക്ഷിക്കാൻ അദ്ദേഹം തന്നെ വരണം. 75 വയസ്സുള്ള തമിഴ് സിനിമയുടെ സ്വന്തം തലൈവർ രജനീകാന്ത്. അദ്ദേഹം ഏതായാലും LCU ഉണ്ടോ ഇന്ന് ഇല്ലയോ എന്നാണ് നമുക്കൊരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ജയിലറിൻ്റെ റെക്കോർഡൊക്കെ തകർത്ത് പടം മുന്നേറുമോ, അല്ലെങ്കിൽ 2.0 റെക്കോർഡൊക്കെ തകർക്കുമോ, അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ 1000 കോടി കളക്ഷൻ നേടുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരമെന്നത് ആഗസ്റ്റ് 14 അറിയുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതുള്ളത് വാർ 2 സോളോ റിലീസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ 1000 കോടിയൊക്കെ ഈസി ആയിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അടിക്കാൻ ചാൻസ് ഉണ്ടാകുമായിരുന്നു. വാർ 2 നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ നോർത്തിൽ ഒരു പക്ഷേ കളക്ഷൻ കുറഞ്ഞേക്കാം. ഏതായാലും അമീർ ഖാൻ സാന്നിധ്യം നോർത്തിൽ നല്ലൊരു കളക്ഷൻ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പടത്തിന് ഹെവി പോസിറ്റീവ് വന്നാൽ ഓഫ് കോഴ്സ് ആ ഒരു തമിഴ് സിനിമയ്ക്ക് ഇന്നും കിട്ടാക്കനിയായിട്ട് കിടക്കുന്ന ആ ഒരു 1000 കോടി അവിടെ രജനീകാന്ത് നേടിക്കൊടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എപ്പോഴും ഇൻഡസ്ട്രി ഡൗൺ ആയിട്ടിരിക്കുമ്പോഴെല്ലാം അവിടെ രക്ഷകനായിട്ടുള്ളത് ഇതേ തലൈവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും അദ്ദേഹത്തിലാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്നത്. ഏതായാലും ലോകേഷ് കനകരാജിൻ്റെയും രജനിയുടെയും കൂടെ ഒരു മാജിക്ക് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലോകേഷിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. ബെസ്റ്റ് ഇൻ്റർവെൽ സീക്വൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ താൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻ്റർവെൽ സീക്വൻസ് ആണ് കൂലിയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഹൈപ്പ് കൂടിക്കൂടി വരികയാണ്. എന്തായിരിക്കും ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയിൽ എന്നത്. പിന്നെ ഇത്രയേറെ വലിയ കാസ്റ്റിങ്ങും സ്റ്റാർ കാസ്റ്റിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അമീർ ഖാൻ്റെയും രജനിയുടെയും ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള സീക്വൻസൊക്കെ വെയിറ്റിംഗ് ആണെന്ന് പറയാം. അതോടൊപ്പം നാഗാർജുനയാണ് വില്ലൻ വേഷം ചെയ്യുന്നത്. ഏതായാലും വേറെ ലെവൽ. എല്ലാ സ്റ്റേറ്റിനുമുള്ള വലിയ നടന്മാരുള്ളത് കൊണ്ട് തന്നെ ഉപേന്ദ്ര ആയിക്കോട്ടെ, നാഗാർജുന ആയിക്കോട്ടെ, അമീർ ഖാൻ ആയിക്കോട്ടെ, എല്ലാ സ്റ്റേറ്റുകളിലും നല്ല ഒരു കളക്ഷനായിരിക്കും ചിത്രത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓഫ് കോഴ്സ് രജനീകാന്ത് ഇന്ത്യൻ മുത്തൻ മാർക്കറ്റുള്ളൊരു നടനാണ്, വേൾഡ് വൈഡ് മാർക്കറ്റുള്ളൊരു നടനാണ്. ഏതായാലും ആഗസ്റ്റ് 14 സംഭവം ഇருக்கு. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.